കോൺട്രാക്ട് വൈഫ്. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മഞ്ചേരിയിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ അസ്തമയം നോക്കി നിൽക്കുകയായിരുന്നു ഹരി. 7 വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലെത്തിയതിന്റെ ആശ്വാസത്തേക്കാൾ വലിയൊരു ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ച്. സ്ക്രീനിൽ തെളിഞ്ഞ അമ്മ എന്ന പേര് കണ്ടപ്പോൾ അവനൊന്ന് വിറച്ചു. ഫോൺ എടുത്തു അപ്പുറത്തുനിന്ന് അമ്മ ലക്ഷ്മിയുടെ കരച്ചിൽ കടന്ന ശബ്ദം കേട്ടു. ഹരി മോനെ, നീ നാട്ടിലെത്തിയിട്ട് ഇത്രയും ദിവസമായിട്ടും ഈ അമ്മയെ വിളിച്ചില്ലല്ലോടാ. അച്ഛനും ഞാനും നിന്നെയും മോളെ ആ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുക. അന്ന് നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ എതിരുന്നത് തെറ്റാണെന്ന് കാലം ഞങ്ങളെ പഠിപ്പിച്ചു. ഫറൂഖിലെ ഈ വീട്ടിലേക്ക് നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഫോൺ വെച്ചപ്പോൾ ഹരി തളർന്നുപോയി. 7 വർഷം മുമ്പ് അച്ഛനും അമ്മയെ എതിർത്തിട്ടും പ്രണയിച്ച് വിവാഹം കഴിച്ച അഞ്ജലി മറ്റൊരുവനോടൊപ്പം ഒളിച്ചോടിപ്പോയ വിവരം അവനെങ്ങനെ ആ പാവങ്ങളോട് പറയും? തന്റെ 6 വയസ്സുകാരൻ മകൻ ആര്യന് അമ്മയിൽ നിന്ന സത്യം അവർക്ക് താങ്ങാനാവില്ല. ഹരി തലയിൽ കൈവച്ച് ബാൽക്കണിയിൽ ഇരിക്കുന്ന കണ്ട് ആര്യൻ പതുക്കെ അടുത്തു വന്നു. അച്ഛാ, അപ്പൂപ്പനും അമ്മയും നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ അച്ഛൻ സങ്കടപ്പെടുന്നത്? ആര്യൻ ചോദിച്ചു. മോനെ, അത് അവിടെ ചെല്ലുമ്പോൾ അവർ നിന്റെ അമ്മയെ തിരക്കും. അമ്മ നമ്മുടെ കൂടെ ഇല്ലെന്നറിഞ്ഞാൽ അവർക്ക് സങ്കടമാവും. ഹരി മകന്റെ തലയിൽ തലോടി പറഞ്ഞു. ആര്യൻ അല്പം ആലോചിച്ചു. എന്നിട്ട് അവൻ വലിയൊരു കാര്യം കണ്ടുപിടിച്ച ആവേശത്തിൽ പറഞ്ഞു. അച്ഛാ, നമുക്ക് അമ്മയെപ്പോലെ തോന്നിക്കുന്ന ഒരാളെ കൂടെ കൊണ്ടുപോയാലോ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അച്ഛാ, കള്ളം പറയാൻ വേണ്ടി ആളുകൾ വരുന്നത്? കുറച്ചു ദിവസത്തേക്ക് മാത്രം മതിയാവില്ലേ? അപ്പൂപ്പനെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരു അമ്മയെ കടെടുത്താലോ? സങ്കടപ്പെടരുത് അച്ഛാ, അച്ഛൻ്റെ കൂടെ ഞാനില്ലേ? ആ പിഞ്ചു ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ ഹരിയുടെ നെഞ്ചിലൊരു മുറിവുണ്ടാക്കി. തന്റെ സങ്കടം മാറ്റാൻ ഒരു 6 വയസ്സുകാരൻ ഇത്രയും പക്വതയോടെ സംസാരിക്കുന്ന കണ്ടപ്പോൾ അവന് കരച്ചിലടക്കാനായില്ല. ഹരി അവനെ വാരി പുണർന്നു. മോനെ, അത്... ഹരിയുടെ വാക്കുകൾ വിതുമ്പലിൽ മുറിഞ്ഞു. സാരില്ല അച്ഛാ, നമുക്ക് അപ്പൂപ്പന്റെ അടുത്തേക്ക് ഒരു അമ്മയും കൂട്ടി പോവാം. അപ്പൂപ്പനും അമ്മൂമ്മയും സങ്കടപ്പെടണ്ടല്ലോ. അച്ഛൻ വിഷമിക്കണ്ട. പുതിയ അമ്മ ആര് വന്നാലും ഞാൻ പിണങ്ങില്ല. അച്ഛൻ സന്തോഷായിരുന്ന എനിക്കും സന്തോഷാ. ആര്യന്റെ ആ നിഷ്കളങ്കമായ മുഖം നോക്കിയിരുന്നപ്പോൾ ഹരിയുടെ മനസ്സുറച്ചു. മകന്റെ ആഗ്രഹത്തിനും അച്ഛനമ്മമാരുടെ സന്തോഷത്തിനും വേണ്ടി ആ നാടകത്തിന് തുടക്കമിടാൻ തീരുമാനിച്ചു. തന്റെ വേദനയേക്കാൾ വലുത് പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഹരി മീരയെ കണ്ടെത്തുന്നത്. സുന്ദരിയും വിവാഹമോചിതയുമായ മീര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഹരിയുമായി ഈ വാടക ഭാര്യ കരാറിൽ ഏർപ്പെടുന്നത്. മീരയുടെ മുമ്പിലിരിക്കുമ്പോൾ ഹരിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അഞ്ജലിയുടെ വഞ്ചന അവൻ ആ പെൺകുട്ടിക്ക് മുമ്പിൽ തുറന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്ന എനിക്ക് വേണ്ടിയാണ് മീര. അവർക്കിതൊന്നും താങ്ങാൻ കഴിയില്ല. ഒരു കരാറ് മാത്രമാണിത്. പക്ഷെ അവർക്ക് മുമ്പിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദമ്പതികളായിരിക്കണം. ആര്യന് നീ ഒരു സ്നേഹനിധിയായ അമ്മയാവണം. ആ പാവങ്ങളെ സങ്കടപ്പെടുത്തരുത്. മീര ഒരു നിമിഷം മൗനമായിരുന്നു. ഹരിയുടെ കണ്ണുകളിലെ ദൈന്യതയും ആര്യന്റെ നിഷ്കളങ്കമായ മുഖവും അവളെ ആ ദൗത്യം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. സമ്മതമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു അമ്മയായും ഭാര്യയായും ഞാൻ അഭിനയിക്കാം. ആ അച്ഛനും അമ്മയും സങ്കടപ്പെടില്ല, മീര ഉറപ്പിച്ച് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ മഞ്ചേരിയിലെ പുതിയ വീട്ടിൽ നിന്ന് ഹരിയുടെ കാർ ഫറോക്കിലേക്ക് യാത്ര തിരിച്ചു. 1.5 മണിക്കൂർ നീണ്ട ആ യാത്രയിൽ കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. മുൻ സീറ്റിൽ ഹരിയുടെ അരികിലിരിക്കുമ്പോൾ മീരയ്ക്ക് നെഞ്ചിരിപ്പ് കൂടുകയായിരുന്നു. പിൻസീറ്റിൽ ആര്യൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവനെല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഫറോക്കിൽ ആ പഴയ തറവാടിന് മുമ്പിൽ കാറിരുന്നപ്പോൾ ഹരിയുടെ അച്ഛൻ രാഘവൻ നായരും അമ്മ ലക്ഷ്മിയും ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു. വാതിൽ തുറന്ന് മീര പുറത്തിറങ്ങിയപ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു. എൻ്റെ മക്കള് വന്നോ? അവർ ഓടി വന്ന് മീരയെ കെട്ടിപ്പിടിച്ചു. താൻ ആദ്യമായി കാണുന്ന ഒരു സ്ത്രീയോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മയെ കണ്ടപ്പോൾ മീരയുടെ ഉള്ളൊന്ന് വിങ്ങി. അഭിനയിക്കാൻ വന്നവൾ സത്യത്തിൽ ആ സ്നേഹത്തിനു മുമ്പിൽ പകച്ചു നിന്നു. ആര്യൻ അവർ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. രാഘവൻ നായർ ഹരിയുടെ തോളിൽ തട്ടി. നീ ഒരുപാട് വൈകിപ്പോയി മോനെ, എങ്കിലും വന്നല്ലോ എന്ന് പറഞ്ഞ് കണ്ണു തുടച്ചു. പഴയ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഹരിക്ക് അതൊരു സ്വപ്നം പോലെ തോന്നി. നുണകൾക്ക് മേൽ പടുത്തുയർത്തിയതാണെങ്കിലും തന്റെ കുടുംബം നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചിരിക്കുന്നു. അന്ന് ഫറോക്കിൽ നിന്ന് മഞ്ചേരിയിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഹരിക്കും മീരയ്ക്കൊപ്പം സന്തോഷത്തോടെ അച്ഛനും അമ്മയും കൂടി പോകുന്നു. അച്ഛൻ രാഘവൻ നായരും ലക്ഷ്മി അമ്മയും അവരെ സ്നേഹം കൊണ്ട് മൂടി. മീര വളരെ പക്വതയോടെ പെരുമാറി. അന്ന് രാത്രി ഭക്ഷണമേശയിൽ എല്ലാവരും ഒരുമിച്ചിരുന്നു. മീര ആര്യന് ചോറ് നൽകുന്നതും ഹരിയെ കരുതലോടെ നോക്കുന്ന കണ്ടപ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണു നിറഞ്ഞു. ഗാർഡനിൽ ഇരിക്കുമ്പോൾ അമ്മ ഹരിയുടെ കൈ പിടിച്ചു പറഞ്ഞു. മോനെ, ഇത്രയും നല്ലൊരു കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്ക്. ഇവള് നിന്റെ ഭാര്യയല്ല, ഞങ്ങളുടെ മകളാ. മീരയുടെ ഉള്ളിൽ ആ വാക്കുകൾ ഒരു തീക്കനലായി മാറി. അഭിനയമാണെങ്കിലും ആ വീട്ടിൽ നിന്ന് അവൾക്ക് ലഭിച്ച സ്നേഹം അവൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തതായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇടക്കാര്യന് കഠിനമായ പനി പിടിപെട്ടു. വെറുമൊരു സാധാരണ പനിയെന്ന് കരുതിയെങ്കിലും പാതിരാത്രി ആയപ്പോഴേക്ക് അവന്റെ നില വഷളായി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. ആ കുഞ്ഞു ശരീരം വിറക്കാൻ തുടങ്ങി. ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ അവനെ ശ്വാസം മുട്ടിച്ചു. ആര്യൻ കരഞ്ഞപ്പോൾ മീരയുടെ നെഞ്ച് പിടയുകയായിരുന്നു.
കരാർ പ്രകാരം അഭിനയിക്കേണ്ടവളായിരുന്നില്ല അവളപ്പോൾ. അവനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറകണ്ണുകളോട് അവൾ ഹരിയെ വിളിച്ചു. ഹരി, വേഗം വണ്ടിയെടുക്ക്, കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല, എന്റെ മോനെന്തെങ്കിലും പറ്റി ഞാൻ മരിച്ചു പോകും. അവിടെ ആ വിളിയിൽ, ആ വെപ്രാളത്തിൽ ഒരു വാടകമ്മയുടെ നിഴൽ പോലും ഇല്ലായിരുന്നു. ആശുപത്രിയിലേക്കുള്ള യാത്രയിലുടനീളം ആര്യന്റെ തല തന്റെ മടിയിൽ വെച്ച് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നെബുലൈസേഷനിൽ കുത്തിവെപ്പോഴും കണ്ട് അവൻ കരയുമ്പോൾ സ്വന്തം കൈപ്പത്തി അവന്റെ വായോട് ചേർത്ത് പിടിച്ച് അവൾ ആശ്വസിപ്പിച്ചു. അവളുടെ സാരിത്തുമ്പ് അവന്റെ കണ്ണീര് തുടച്ചുകൊണ്ടിരുന്നു. ആശുപത്രിയിൽ ആ 3 ദിവസങ്ങളിൽ മീര ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കൂട്ടാക്കിയില്ല. ഹരി നിർബന്ധിച്ചിട്ട് അവൾ അനങ്ങിയില്ല. മോനൊന്ന് കണ്ണുറക്കട്ടെ ഹരി, അല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അതേസമയം ഹരിയുടെ അച്ഛനും അമ്മയും മഞ്ചേരിയിലെ വീട്ടിൽ തങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ മീര ആര്യനെ പരിചരിക്കുന്നത് അവർ നേരിട്ട് കണ്ടു. ഡിസ്ചാർജായി വീട്ടിലെത്തിയ അന്ന് രാത്രി ഹരിയുടെ അച്ഛൻ രാഘവൻ നായർ ലക്ഷ്മി അമ്മയോട് പതുക്കെ പറഞ്ഞു. ലക്ഷ്മി, നീ കണ്ടില്ലേ നമ്മുടെ മരുമകളെ? ദൈവം കൊടുത്ത നമ്മുടെ മകനവളെ. അവന് പറ്റിയ നല്ലൊരു ഇണയെ തന്നെയാ കിട്ടിയത്. ഇനി നമുക്ക് സമാധാനമായിട്ട് കണ്ണടക്കാം. ആര്യൻ മീരയുടെ സ്വന്തം മകനല്ലെന്ന സത്യം പോലും ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. 7 വർഷം മുമ്പ് ഹരി ആരെയാണോ വിവാഹം കഴിച്ച് അവൾ തന്നെയാണ് മീര എന്ന് അവർ വിശ്വസിച്ചു. ആര്യൻ മീരയുടെ സ്വന്തം മകനാണെന്നും അവന്റെ ശരീരത്തിലൂടെ ഓടുന്ന മീരയുടെ ചോരയാണെന്നുമാണ് അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നത്. ആര്യനെ മീര പരിചരിക്കുന്ന രീതി കണ്ടപ്പോൾ ആ വിശ്വാസം 100% ശരിയാണെന്ന് അവർക്ക് തോന്നി. ഹരി ദൂരെ നിന്ന് അച്ഛനും അമ്മയും സംസാരിക്കുന്ന കേട്ടു. അവന്റെ ഉള്ളിൽ ഒരു നിമിഷം ആ സത്യം വിളിച്ചു പറയാൻ തോന്നി. അച്ഛാ, ഇത് ആര്യന്റെ സ്വന്തം അമ്മയല്ല, മീരയ്ക്ക് അവനെ പ്രസവിച്ച ബന്ധമില്ല എന്ന് പറയാൻ അവനെ നാക്ക് തുമ്പ് വരെ വന്നതാണ്. പക്ഷെ അച്ഛൻ്റെ മുഖത്തെ ആ ആശ്വാസം കണ്ടപ്പോൾ അവൻ മൗനമായി നിന്നു. ഒരു നുണയിലൂടെയാണെങ്കിലും അവർക്ക് ലഭിച്ച ആ സമാധാനം കെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. ഒരു ദിവസം ഉച്ചനേരം മീര അടുക്കളയിൽ ജോലിയിലായിരുന്നു. ആര്യൻ ഹാളിൽ വില കൂടിയൊരു ഫ്ലവർ വേസ് തട്ടിക്കളഞ്ഞു. അത് തറയിൽ വീണ് ചിന്നിച്ചിതറി. ഹരി അപ്പുറത്തെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് ഓടി വന്നു. ആര്യൻ, നീ എന്തീ കാണിച്ച്? എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ കളിക്കരുതെന്ന്? ഹരി ദേഷ്യത്തോടെ കൈ വാങ്ങി. ആര്യൻ പേടിച്ച് കണ്ണുകളടച്ചു. പക്ഷെ ഹരിയുടെ കൈ ആര്യന്റെ ദേഹത്ത് പതിക്കുന്നതിന് മുമ്പ് മീര ഓടി വന്ന ആ കൈ തടഞ്ഞു. വേണ്ട ഹരി, അവൻ അടിക്കരുത്, മീര വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. മീര പതുക്കെ താഴെയിരുന്ന ആര്യനെ ചേർത്ത് പിടിച്ചു. ചിതറിക്കിടന്ന ചില്ല് കഷ്ണങ്ങൾക്കിടയിലൂടെ അവനെ വാരിയെടുത്ത് സോഫയിലിരുത്തി. എന്നിട്ട് അവന്റെ കാലുകൾ പരിശോധിച്ചു. എന്റെ മോന് മുറിഞ്ഞോ? ചില്ലുകൊണ്ടോടെ കണ്ണ? അവൾ വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. തന്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ ഇപ്പോൾ അടികൊണ്ട് പുറം പൊള്ളിയനെ എന്ന ആ കുഞ്ഞു മനസ്സ് ഭയന്നു. അമ്മേ, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തല്ല. ആര്യൻ വിതുമ്പിക്കൊണ്ട് മീരയുടെ തോളിലേക്ക് തലയായിച്ചു. ആര്യൻ ആദ്യമായിട്ടാണ് അവൾ അമ്മയെന്ന് വിളിക്കുന്നത്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ അവനെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചു. സാരമില്ലടാ, അത് പോട്ടെ, മോനൊന്നും പറ്റിയില്ലല്ലോ, അത് മതി അമ്മയ്ക്ക്. അവൾ അവന്റെ തലയിൽ തലോടി ഉമ്മകൾ നൽകി. ദൂരെ നിന്ന് ഈ കാഴ്ച കണ്ടുന്ന ഹരിയുടെ കണ്ണ് നിറഞ്ഞു. അഞ്ജലി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആര്യൻ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അവനെ അടിക്കാനും മുറിയിൽ അടച്ചിടാനുമായിരുന്നു അവൾക്ക് തിടുക്കം. എന്നാൽ മീര, അവൾക്ക് ആ കുഞ്ഞിന്റെ കുസൃതികളേക്കാൾ വലുത് അവന്റെ വേദനയായിരുന്നു. അച്ഛനും അമ്മയും ഉമ്മറത്തിരുന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അമ്മ പതുക്കെ പറഞ്ഞു. നോക്കൂ രാഘവേട്ട, മക്കളെ ഇങ്ങനെ വേണം വളർത്താൻ. സ്നേഹം കൊണ്ടാ അവൾ അവനെ തോൽപ്പിക്കുന്നത്. നമ്മുടെ മകൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം മീരയെ കല്യാണം കഴിച്ചതാ. ആ രാത്രി ആരിക്ക് ഉറക്കം വന്നില്ല. ടെറസിൽ മീര നിൽക്കുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്ക് ചെന്നു. നിലാവെളിച്ചത്തിൽ മീരയുടെ മുഖം കൂടുതൽ ശാന്തമായിരുന്നു. മീര, ഇന്ന് നീ അവനോട് കാണിച്ച ആ സ്നേഹം, സത്യത്തിൽ ഞാൻ പോലും വിചാരിച്ചില്ല നീ ഇത്രത്തോളം അവനെ സ്വന്തമാക്കുമെന്ന്. താങ്ക്സ് മീര. മീര പതുക്കെ ചിരിച്ചു. ഹരി, ഇതൊന്നും ഞാൻ അഭിനയിക്കുന്നല്ല, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ആര്യൻ എൻ്റെ ഉള്ളിലാണ്. അവനെ നോക്കുമ്പോൾ എനിക്ക് ഈ കരാറിനെ കുറിച്ച് ഓർമ്മ വരാറില്ല. അവനെൻ്റെ മകൻ തന്നെയാണ് ഹരി. ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. മീരയോട് സംസാരിച്ചിരിക്കാൻ അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഒരു കരാറിന്റെ പുറത്തു തുടങ്ങിയ ബന്ധമാണെങ്കിലും അവളുടെ കരുതലും സ്നേഹവും ഹരിയുടെ മനസ്സിൽ മീരയ്ക്ക് ഒരു ദേവതയുടെ സ്ഥാനം നൽകി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ആനന്ദത്തിനിടയിലും ഹരിയുടെ ഉള്ളിലൊരു കനൽ എരിഞ്ഞുകൊണ്ടിരുന്നു. ഇനി വെറും 7 ദിവസങ്ങൾ മാത്രം. കരാർ അവസാനിപ്പിച്ചാൽ അവൾക്ക് പോവേണ്ടി വരും. തന്റെ മകനെ നെഞ്ചോട് ചേർക്കുന്ന, തന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന ഈ പെണ്ണിനെ എങ്ങനെയാണ് ഈ പടിയിറക്കി വിടുക? ആ ചിന്ത ഹരിയുടെ കണ്ണുകൾ ഈറനണിയിപ്പിച്ചു. പക്ഷേ കാലം അതിന്റെ കരാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരുങ്ങിയായിരുന്നു. ആ 5 മാസങ്ങൾ ഒരു സ്വപ്നം പോലെ കടന്നുപോയി. മഞ്ചേരിയിൽ ആ വീട്ടിൽ സന്തോഷം അണപൊട്ടി ഒഴുകിയായിരുന്നു. പക്ഷേ കലണ്ടറിലെ ഓരോ ദിവസം ഹരിയുടെ നെഞ്ചിലൊരു ഭാരമായി മാറി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. ഒരു രാത്രി ആര്യനെ ഉറങ്ങാൻ കിടത്തിയ ഹരി ബാൽക്കണിൽ തനിച്ചിരിക്കുമ്പോഴായിരുന്നു ഇരുട്ടിൽ നിന്നൊരു കുഞ്ഞു കൈ ഹരിയുടെ വിരലുകളിൽ കോർത്ത് പിടിച്ചത്. ആര്യനായിരുന്നു അത്. അവൻ ഉറങ്ങിയിരുന്നില്ല. അച്ഛാ, ആര്യം വിളിച്ചു. അവന്റെ ശബ്ദം വല്ലാതെ താഴ്ന്നിരുന്നു. ഹരി അവനെ മടിയിലിരുത്തി. എന്താണ് മോനെ, ഉറക്കം വന്നില്ലേ? ഹരി പതുക്കെ ചോദിച്ചു. മോനെ, നമ്മൾ മീരയോട് പറഞ്ഞിരുന്ന ആ സമയം തീരാറായി. വാടകയ്ക്കെടുത്ത അമ്മയെ പിരിച്ചുവിടാൻ സമയമായി. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിൽ പോകണം.
ഹരിയുടെ വാക്കുകൾ കേട്ടതും ആര്യൻ അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി തേങ്ങി. ആ കുഞ്ഞു ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ആ അമ്മയെ സ്വന്തമായി തരുമോ? വാടകയ്ക്കല്ല, എന്റെ സ്വന്തം അമ്മയായി. ഹരിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ മകനെ ആശ്വസിപ്പിക്കാൻ നോക്കി. മോനെ, അതൊരു കരാറായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് വേറെ ജീവിതമല്ലേ, നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ആര്യൻ തലയുയർത്തി ഹരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. പ്ലീസ് അച്ഛാ, വേണ്ടാന്ന് പറയല്ലേ. എനിക്ക് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമായി. പണ്ട് ആ അമ്മ എന്നെ തല്ലുമ്പോൾ എനിക്ക് സങ്കടം വരികയായിരുന്നു. പക്ഷെ ഈ അമ്മ ഞാൻ വികൃതി കാണിച്ചാൽ എന്നെ നെഞ്ചോട് ചേർക്കും. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ണു തുറന്നപ്പോൾ അമ്മ കരയായിരുന്നു. സ്വന്തം അമ്മയല്ലാതെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഇങ്ങനെ കരയോ അച്ഛാ? ആര്യൻ ഹരിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചു. അച്ഛാ, ഞാനിനി വികൃതി കാണിക്കില്ല. ചോറ് തനിയെ കഴിച്ചോളാം. പക്ഷെ ഈ അമ്മയെ മാത്രം ഇവിടുന്ന് വിടരുത്. എനിക്ക് എൻ്റെ പഴയ അമ്മയെ വേണ്ട. എനിക്ക് മീരമ്മയെ മതി, എൻ്റെ സ്വന്തം അമ്മയായി. ഹരിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആര്യന്റെ കരച്ചിൽ അവന്റെ ഹൃദയം കീറി മുറിച്ചു. 6 വയസ്സുകാരൻ ചോദിക്കുന്ന ഒരു വലിയ ജീവിതമാണ്. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആര്യനെ മുറുകെ കെട്ടിപ്പിടിച്ചു. മോനെ, അച്ഛൻ ശ്രമിക്കാം. ഹരിയുടെ വാക്കുകൾ വീതുമ്പലിൽ മുറിഞ്ഞു. കരാർ അവസാനിക്കാൻ വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഹരിയുടെ ജന്മദിനം എത്തിയത്. വീടാകെ ആഘോഷത്തിന്റെ ലഹരിയിലായിരുന്നു. രാഘവൻ നായരും ലക്ഷ്മിയമ്മയും ആര്യനും ചേർന്ന് ഹരിക്ക് സമ്മാനങ്ങൾ നൽകി. പക്ഷെ ഹരിയുടെ കണ്ണുകൾ വീടിന്റെ ഓരോ കോണിലും മീരയെ തിരയുകയായിരുന്നു. സന്ധ്യയായി. കേക്ക് മുറിക്കാൻ എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റും കൂടി. പക്ഷെ മീരയെ മാത്രം അവിടെ കണ്ടില്ല. ഹരി ആകുലതയോട് അമ്മയോട് ചോദിച്ചു. അമ്മേ, മീര എവിടെ? അവളില്ലാതെ ഇങ്ങനെ കേക്ക് മുറിക്കുന്നത്? അവള് രാവിലെ ആരോടൊന്നും പറയാതെ എങ്ങോട്ടോ തിരക്കിയിട്ട് പോയതാടാ. എവിടെ പോയതാണെന്ന് എനിക്കും അറിയില്ല, ലക്ഷ്മിയമ്മ പറഞ്ഞു. ഹരിയുടെ ഉള്ളിൽ ഒരു ആധി പടർന്നു. കരാർ അവസാനിക്കാൻ കാത്തിൽക്കാതെ അവൾ പോയിട്ടുണ്ടാവുമോ? യാത്ര പോലും പറയാതെ അവൾ ഇറങ്ങിപ്പോയോ? ഓരോ മിനിറ്റും ഓരോ യുഗം പോലെ കടന്നുപോയി. കേക്ക് മുറിക്കാൻ എല്ലാവരും നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല. അവൾ വരാത്ത തനിക്ക് ഈ ജന്മദിനം ആഘോഷിക്കാനാവില്ലെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് മീര ഓടിക്കിതച്ച് വരുന്നത് കണ്ടു. അവളുടെ മുഖം വിയർത്ത് കുളിച്ചിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ കിതക്കുന്നുണ്ടായിരുന്നു. ക്ഷമിക്കണം, അല്പം വൈകിപ്പോയി, മീര കിതപ്പിനിടയിൽ പറഞ്ഞു. അവളുടെ കയ്യിൽ മനോഹരമായി പൊതിഞ്ഞൊരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അവൾ അത് വിറക്കുന്ന കൈകളോടെ ഹരിക്ക് നീട്ടി. ഇത് എൻ്റെ വക ചെറിയൊരു സമ്മാനം. ഹരി അത്ഭുതത്തോടെ ആ ബോക്സ് വാങ്ങി പതുക്കെ തുറന്നു. ഉള്ളിലെ കാഴ്ച കണ്ട് ഹരിയുടെ ശ്വാസം നിന്നുപോയി. മഞ്ഞ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു സ്വർണ്ണമാല. ഹരി ഞെട്ടിപ്പോയി. ആ മാലയുടെ തൂക്കവും തിളക്കവും കണ്ടപ്പോൾ തന്നെ അവൻ അറിയാമായിരുന്നു. കഴിഞ്ഞ 5 മാസം താൻ അവൾക്ക് ശമ്പളമായി നൽകിയ തുകയുടെ 80% ഇതിനായി അവൾ ചെലവാക്കിയിട്ടുണ്ടെന്ന്. താൻ നൽകിയ പണം അവൾ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ച് അവനു വേണ്ടി തന്നെ തിരികെ നൽകിയിരിക്കുന്നു. അച്ഛനും അമ്മയും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഹരിക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മി അമ്മ അത്ഭുതത്തോടെ പറഞ്ഞു. നോക്കിടാ, നിനക്ക് വേണ്ടി അവൾ കരുതി വെച്ച സമ്മാനം കണ്ടോ? ലക്ഷണത്തൊരു മാല. ഹരിമീരയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നൽകിയതിൻ്റെ ഒരു ആത്മസംതൃപ്തി. ഹരി ആ സമ്മാനം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹൃദയം നിറഞ്ഞവൾ നന്ദി പറഞ്ഞു. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു ചോദ്യം ബാക്കിയായി. പോവാനൊരുങ്ങുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് തൻ്റെ സമ്പാദ്യമെല്ലാം തനിക്ക് വേണ്ടി ഇങ്ങനെ ചെലവാക്കുന്നത്? ആ രാത്രി നിലാവിന് വല്ലാത്തൊരു തണുപ്പായിരുന്നു. താഴെ അച്ഛനും അമ്മയും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. ഹരി മീരയെ ടെറസിലേക്ക് വിളിച്ചു. ഹരി ആ സ്വർണ്ണമാല കയ്യിലെടുത്ത് മീരയുടെ നേരെ നീട്ടി. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. മീര, എന്തിനായിരുന്നു ഇത്? ഈ സ്വർണത്തിൽ നിന്ന് എത്ര വിലയുണ്ടെന്ന് നിനക്കറിയാലോ. കഴിഞ്ഞ 5 മാസം ഞാൻ നിനക്ക് ശമ്പളമായി തന്ന തുകയുടെ ഭൂരിഭാഗവും ഇതിനായി നീ ചെലവാക്കി. നിനക്ക് നിന്റെ ഭാവിക്ക് വേണ്ടി പണം കരുതി വെക്കായിരുന്നില്ലേ? എന്തിനാ മീര എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഗിഫ്റ്റ്? മീര നിലാവിലേക്ക് നോക്കി. ഒരു നിമിഷം മൗനമായി നിന്നു. പിന്നെ പതുക്കെ ഹരിയുടെ നേരെ തിരിഞ്ഞു. അവളുടെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഹരി, പണോ? അവളൊരു ചെറിയ ചിരിയോടെ ചോദിച്ചു. നിങ്ങളുടെ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തകർന്നുപോയ എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചുണ്ടാവില്ലെന്നാണ് കരുതിയത് ഞാൻ. പക്ഷേ ഇവിടെ നിങ്ങളുടെ അമ്മയിലും അച്ഛനിലും ഞാൻ കണ്ടത് എൻ്റെ മാതാപിതാക്കളെയാണ്. ആര്യൻ, അവനെൻ്റെ ജീവനാണ്. നിങ്ങളെല്ലാവരും എനിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ 10 പോലും തിരിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞില്ല ഹരി. കരാർ പ്രകാരം നാളെ എനിക്ക് പോകണം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അഭിനയിക്കായിരുന്നില്ല ഹരി, ഞാൻ ജീവിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് പോകാൻ വയ്യ. കൂലി തന്നില്ലെങ്കിലും വേണ്ടില്ല, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരുന്നൂടെ? ഞാൻ ഈ മോനെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോയിക്കോളാം. എനിക്ക് പണമല്ല വേണ്ട ഹരി, എനിക്ക് നിങ്ങളെല്ലാവരെയും വേണം. സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. മീര വിതുമ്പലോടെ തുടർന്നു. ഹരിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തൻ്റെ ജീവിതത്തിൻ്റെ തകർന്ന അധ്യായങ്ങൾ അവൾ ഓരോന്നായി തുറന്നു വെച്ചു. ഹരി, ഈ പണമൊക്കെ ആർക്ക് വേണ്ടിയാ? എനിക്കാരുണ്ട്? മീരയുടെ ശബ്ദമിടറി. നിങ്ങൾ കാണുന്ന ഈ മീര വെറുമൊരു ഉടൽ മാത്രമാണ്. എൻ്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോൾ എനിക്ക് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വളർന്നൊരു അമ്മാവിൻ്റെ വീട്ടിലാണ്. അവിടെ ഒരു വേലക്കാരിയേക്കാൾ മോശമായിരുന്നു എൻ്റെ അവസ്ഥ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ച്. പക്ഷേ ചെന്ന് കയറിയത് മറ്റൊരു വലിയ നരകത്തിലേക്കായിരുന്നു. അവൾ പതുക്കെ ടെറസിൻ്റെ കൈവിരൽ പിടിച്ച് താഴേക്ക് നോക്കി.
കള്ളുടിച്ച് വന്ന് പാതിരാത്രിയിൽ ദേഹത്ത് ചെയ്യുന്ന ഭർത്താവ്. അയാളുടെ മർദ്ദനം സഹിക്കാൻ പറ്റാതെ കരയുമ്പോൾ അമ്മായിയമ്മയുടെ വക ശകാരായിരുന്നു. പ്രസവിക്കാൻ ശേഷിയില്ലാത്തവളെന്ന ശാപം ഓരോ ദിവസവും ഞാൻ കേൾക്കുമായിരുന്നു. എനിക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് പറഞ്ഞ് അവരെന്നൊരു പാഴ്വസ്തുവിനെ പോലെ ചവിട്ടി മതിച്ച്. സ്നേഹത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ കിട്ടിയിരുന്ന് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ മാത്രമായിരുന്നു ഹരി എനിക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് വിധി എഴുതി അവരാണ്. ഒരു ഡോക്ടറെ കാണിക്കാനോ എന്താണ് കുഴപ്പം തിരക്കാനോ ആരും തയ്യാറായില്ല. ആർക്കാണ് കുഴപ്പമെന്ന് നോക്കിയാലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂ. പക്ഷെ എൻ്റെ മുൻ ഭർത്താവിനും വീട്ടുകാർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. എന്നെ വെറും ഒരു മച്ചിയായി മുദ്രൂത്തി ആസ്വദിക്കാനായിരുന്നു അവർക്കിഷ്ടം. അയാളുടെ വീട്ടിലെ അമ്മായിയുടെ ശകാരവാക്കൾ ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഒരു കുഞ്ഞിനെ തരാൻ ശേഷിയില്ലാത്തവൾ എന്തിനാ ഈ വീടിൻ്റെ പടി കയറിയതെന്ന് അവർ ചോദിക്കുമ്പോൾ മരിച്ചളയാൻ തോന്നുമായിരുന്നു. മീര തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് തുടർന്നു. ആ ശാപവാക്കൾ കേട്ട് മടുത്ത് എനിക്ക് മുന്നിലേക്കാ ആര്യം വന്നത്. എന്നെ സങ്കടം മാറ്റിയത് അവൻ്റെ ഈ കുഞ്ഞു കൈകളാ. ഞാൻ പ്രസവിച്ചിട്ടില്ലായിരിക്കാം ഹരി, പക്ഷെ എൻ്റെ ഉള്ളിൽ അമ്മ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഈ വീടാണ്. ആര്യനെ ശുശ്രൂഷിക്കുമ്പോൾ അവനെ നെഞ്ചോട് ചേർത്ത് കിടത്തുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ ഇവിടുന്ന് വിടരുതെന്ന്. ഈ 5 മാസത്തെ ശമ്പളം കൊണ്ടാണ് ഞാൻ ഈ മാല വാങ്ങിയത്. ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു വാടക ഭാര്യയായിട്ടല്ല ഹരി, ആര്യൻ്റെ അമ്മയായിട്ടാ. ഹരിക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. മീരയുടെ മുമ്പിൽ താൻ എത്രയോ നിസ്സാരനാണെന്ന് അവന് തോന്നിപ്പോയി. മീര ഹരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവിടുന്ന് ഡിവോഴ്സ് വാങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും അനാഥയായിരുന്നു. വിശപ്പടക്കാൻ വേണ്ടിയാ നിങ്ങളുടെ ഈ കരാറിന് ഞാൻ ഒപ്പിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആര്യനെ അമ്മയെന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഉള്ളിലെ വന്ധ്യയായ സ്ത്രീ മരിക്കായിരുന്നു ഹരി. എനിക്ക് എന്നെ തന്നെ ഒരു അമ്മയായി തോന്നി തുടങ്ങി. നിങ്ങളുടെ അച്ഛനും അമ്മയും തരുന്ന ആ സ്നേഹം അതനുഭവിക്കാൻ എനിക്ക് 7 ജന്മം വേണം. എനിക്ക് ഈ പണമൊന്നും വേണ്ട ഹരി, പട്ടിണി കിടന്നാലും വേണ്ടില്ല. സ്നേഹിക്കാൻ എനിക്കൊരു കുടുംബത്തെ വേണം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഈ 6-ാം വയസ്സിൽ ആര്യൻ എന്നെ വേണമെന്നതിനേക്കാൾ കൂടുതൽ ഈ 30-ാം വയസ്സിൽ എനിക്ക് ആര്യനെ വേണം. മീരയുടെ വാക്കുകൾ കേട്ട് ഹരിയുടെ തലകുനിഞ്ഞു പോയി. ലോകം ഇത്രയും ക്രൂരമായി പെരുമാറിയ ഒരു പെൺകുട്ടിയാണ് തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം പുഞ്ചിരിച്ച് നിന്നെന്ന് അവൻ അറിഞ്ഞില്ല. മീരയുടെ വാക്കുകൾ ഹരിയുടെ ഹൃദയത്തിൽ തറച്ചു. ഹരി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇരുട്ടിൽ നിന്ന് ഒരാൾ കൂടി അങ്ങോട്ടേക്ക് വന്നു. ആര്യനായിരുന്നു അത്. അവൻ അവിടുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മീരയുടെ വാക്കുകൾ കേട്ട് ആ കുഞ്ഞുമുഖം വല്ലാതെ ചുവന്നു. അവൻ മീരയുടെ അടുത്തേക്ക് നടന്നിരുന്നു. മീരയുടെയും ഹരിയുടെയും കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. അവൻ എന്തു പറയുമെന്നറിയാതെ ആ രാത്രി നിശബ്ദമായി. എനിക്ക് ഇഷ്ടമല്ല, നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആര്യന്റെ ആ ദേഷ്യം നിറഞ്ഞ വിളി കേട്ട് മീര ശരിക്കും പകച്ചുപോയി. താൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കരാറ് കഴിഞ്ഞ് തിരികെ പോകുന്നതിന്റെ ദേഷ്യമാണ് ആ കുഞ്ഞിനെ എന്ന് ഭയന്ന് ആൾ വിറക്കുന്ന ചുണ്ടുകളോട് അവരെ നോക്കി. ഹരിയും എന്ത് പറയണമെന്നറിയാതെ സ്തംഭിച്ച് നിന്നു. ആര്യൻ മീരയുടെ അടുത്തേക്ക് നടന്നിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അവൻ തുടർന്നു. കൂലി തന്നില്ലെങ്കിലും നോയിക്കോളാന്ന് പറഞ്ഞില്ലേ, അതാ എനിക്ക് ഇഷ്ടമില്ലാത്ത. എന്തിനാ കൂലിയെ കുറിച്ച് പറയുന്നു? എനിക്ക് നിങ്ങളെ വാടക അമ്മയായിട്ടല്ല വേണ്ടത്, എൻ്റെ സ്വന്തം അമ്മയായിട്ടാ. ഇനി ഒരിക്കലും നിങ്ങൾ ആ വാക്ക് പറയരുത്. നിങ്ങൾ പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? 6 വയസ്സുകാരന്റെ വാക്കുകളിലെ പക്വതയും സ്നേഹവും കേട്ട് മീരയുടെ ഹൃദയം തകർന്നു പോയി. അവൾ മുട്ടുകുത്തിയിരുന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരു വാടക അമ്മയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ആ കുഞ്ഞിന്റെ വാക്കുകൾ. ആര്യൻ വിതുമ്പിക്കൊണ്ട് അച്ഛൻ്റെ അരിയിലേക്ക് ചെന്നു. അവൻ ഹരിയുടെ കൈ പിടിച്ച് മീരയുടെ കൈവളിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്കിനി മറ്റൊരു അമ്മയെ വേണ്ട. എൻ്റെ അമ്മയായിട്ട് അച്ഛൻ്റെ ഭാര്യയായിട്ട് ഇവരിവിടെ വേണം. പ്ലീസ് അച്ഛാ, അമ്മയെ നമുക്ക് സ്വന്തമായിട്ട് തരുമോ? ആ നിമിഷം കാലം നിശ്ചലമായതുപോലെ ഹരിക്കും മീരക്കും തോന്നി. ഹരി ആര്യൻ്റെ തലയിൽ തലോടി മീരയുടെ കൈകൾ മുറുകെ പിടിച്ചു. മീര, ഇനി നമുക്കിടയിൽ കരാറുകളില്ല. ആര്യം പറഞ്ഞ പോലെ നീ ഈ വീടിൻ്റെ സ്വന്തം അമ്മയാണ്, എൻ്റെ ഭാര്യയും. നിലാവെളിച്ചത്തിൽ ആ 3 നിഴലുകൾ ഒന്നായി ചേർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് രാഘവൻ നായരും ലക്ഷ്മി അമ്മയും പതുക്കെ ടെറസിലേക്ക് നടന്നു വന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ലക്ഷ്മി അമ്മ മീരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എല്ലാം ഞങ്ങൾ അറിഞ്ഞു. കരാറാണെങ്കിലും അല്ലെങ്കിലും നീ ഈ വീടിൻ്റെ മരുമകളല്ല, എൻ്റെ മകള് തന്നെയാ. ആര്യനെ ജന്മം നൽകിയില്ലെങ്കിലും നീ അവനെ സ്നേഹം കൊണ്ട് പ്രസവിച്ചു കഴിഞ്ഞു. ആ വാചകം കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. ഫറോക്കിലെ ആ പഴയ വീട്ടിൽ അച്ഛനും അമ്മയും കാണാൻ ആഗ്രഹിച്ച ആ സുന്ദരമായ കുടുംബം മഞ്ചേരിയിലെ ആ ടെറസിൽ വെച്ച് യാഥാർത്ഥ്യമായി മാറി. കള്ളങ്ങളിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്ര ലോകത്തിലെ ഏറ്റവും വലിയ സത്യമായ സ്നേഹത്തിൽ എത്തിച്ചേർന്നു.